അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചപ്പാത്തി, മീൻകറി. മീൻ ഞാൻ വൈകുന്നേരം പോയി ചേവരമ്പലം ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വാങ്ങി. സാറിന് മത്തി വാങ്ങിക്കൊടുത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുള്ളൻ എന്നാണ് പറയണത്, ആ മീനും മേടിച്ച്. അപ്പം മുള്ളൻ ഞാൻ മുളകിട്ട് പൊള്ളിച്ച്. അപ്പം ഞാനും കല്യാണിയും കൂടി മുള്ളൻ പൊള്ളിച്ചതും ചപ്പാത്തിയും കഴിച്ച് കല്യാണിയുടെ റൂമിലേക്ക് പോന്നു. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി, ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരമായി. ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് വീഡിയോസൊക്കെ കാണുകയായിരുന്നു. എന്തെങ്കിലും അരിവും മുറിയും മുട്ടിയൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോയുടെ രൂപത്തിൽ കൊണ്ടുവരാമല്ലോ എന്ന് ഓർത്ത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ച്. പിന്നെ ഞാൻ ഇന്ന് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, എൻ്റെ മുന്നിലേക്കുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എനിക്കൊരുപാട് ആദിയും വ്യാധിയൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇന്ന് തൊട്ട് എനിക്ക് ആ ഒരു ആദിയിൽ നിന്ന് ഒരു ശകലം മോചനം എൻ്റെ മനസ്സിന് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പിന്നെ ചേളന്നൂരെന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ ഒരു ഇത്തയാണ്. എന്നെ ഒരു 2 വയസ്സിന് കൂടുതലേ ഉള്ളൂ. അപ്പം ഇത്താന്ന് വിളിക്കേണ്ട കാര്യമില്ല. പുള്ളിക്കാരത്തിൻ്റെ പേര് റസിയ എന്നാണ്. എനിക്ക് തോന്നണത് ജമാഅത്തെ ഇസ്ലാമി സംഘടനയുടെ പ്രവർത്തകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ മുജാഹിദാണെന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞ്, കോഴിക്കോട് അവിടെ പിന്നെ ഒരു ഹിറ സെൻ്ററുണ്ട്, അവിടെ ചെന്ന് ഒന്ന് അന്വേഷിച്ചാൽ എന്തെങ്കിലും ജോലിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കി നമ്മുടെ ഉള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ച് എന്തെങ്കിലും വല്ല പിന്നെ വലിയ സ്ഥാപനങ്ങളിൽ വല്ലയിടത്തും എന്തെങ്കിലും ക്ലീനിങ് അങ്ങനെ വല്ലതും ആയിരിക്കും. അല്ലാതെ 4ാം ക്ലാസ്സുകാർക്ക് അതിന് മാത്രം വലിയ ജോലിയൊന്നും കിട്ടിയാലല്ല. അപ്പം പുള്ളിക്കാരത്തി എന്നോട് എന്നെ വിളിച്ച് എൻ്റെ നമ്പർ പുള്ളിയുടെ മൂത്തമ്മയുടെ മകൾ കൊടുത്തതാണ്. അവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ പുള്ളിക്കാരത്തി സുബൈദ എന്നാണ് പുള്ളിയുടെ പേര്, സുബി എന്നാണ് വിളിക്കണത്. അപ്പം പുള്ളിക്കാരത്തി നമ്പർ കൊടുത്തിട്ട് ആണ് ഇപ്പം റസിയ എന്നെ വിളിച്ചത്. ഇപ്പം എന്നെ വിളിച്ച പുള്ളിക്കാരത്തിൻ്റെ പേരാണ് റസിയ എന്ന്. അപ്പം പുള്ളിക്കാരത്തി എന്നോട് അന്ന് പരിചയപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശുപത്രിയിൽ പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോന്നും പറഞ്ഞ് എനിക്കൊരു 500 രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി വിളിക്കാൻ പറയുക എന്തെങ്കിലുമൊക്കെ വീഡിയോയൊക്കെ ഇട്ട് തരും. വെച്ചാൽ ദീനപരമായിട്ടുള്ള അറിവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വീഡിയോ ഒക്കെ ഇട്ട് തരും. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു കൂട്ടുകാരെ പോലെയുള്ളൊരു സ്നേഹബന്ധമായിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇന്ന് എന്നോട് പറഞ്ഞ്, നീ ഒരു കാരണവശാലും പേടിക്കേണ്ട സിജി, പിന്നെ പ്രായമാകുമ്പോഴും പിന്നെ വയ്യാതെയൊക്കെ വരുമ്പോഴുമൊക്കെ നിന്നെ നമ്മൾ പുറത്തോട്ട് കളയൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ തിരക്കാതെ അന്വേഷിക്കാതെ ഒന്നും ഇരിക്കുകയല്ല. നിന്നെ നമ്മൾ സംരക്ഷിച്ചോളാം. വെച്ചാൽ സംഘടനാപരമായിട്ട് അറിവില്ലാത്തവരെയൊക്കെ നോക്കുന്ന സംഘടനാപരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയാലും നിൻ്റെ കാര്യം, ഒരാളുടെ കാര്യം കഴിഞ്ഞാൽ മതിയല്ല. അപ്പം അതുകൊണ്ട് നീ പേടിക്കണ്ട, ആരുമില്ലെന്നും പറഞ്ഞുള്ള കരച്ചിലും സങ്കടമൊന്നും എപ്പോഴും വേണ്ട. പടച്ചോനെ വിശ്വസിച്ച് മുന്നിലേക്ക് ജീവിച്ച പടച്ച തമ്പുരാൻ ഒരു വഴി കാണിച്ച് തരാതിരിക്കുകയില്ല. അത് കുറച്ച് വൈകിട്ടാണെങ്കിലും അത് നിന്നെ തേടി എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് എനിക്കതൊരു നല്ലൊരു സന്തോഷകരമായൊരു സമാധാനം നിറഞ്ഞൊരു വാക്കായിരുന്നു. അപ്പം അതിൽ എനിക്കിനി എന്തെങ്കിലും ഒരു മനുഷ്യനല്ലേ, എന്തെങ്കിലും ഒരു തട്ടുകേട് കിട്ടിയാലും നമ്മൾ എവിടെ പോകും, എങ്ങനെ പോകും എന്നുള്ളൊരു ആദിയും വ്യാധിയൊന്നും നമ്മൾ മനസ്സിൽ വെച്ചേക്കണ്ട. അപ്പം എന്നോട് പറഞ്ഞത്, എന്തെങ്കിലും ഒരു വീട്ടു ചെലവിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് കാശില്ലാതെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയത്ത് എൻ്റെ നമ്പറിൽ നീ കോണ്ടാക്ട് ചെയ്താൽ മതി. ആ സമയം നമ്മളവിടെ എത്തും. നീ ഒരു കാരണവശാലും ആളില്ലെന്നോർത്ത് നീ പേടിക്കണ്ട
എന്നൊക്കെ എന്നോട് ഇന്ന് വൈകുന്നേരം പുള്ളിക്കാരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ബാംഗ്ലൂരുള്ളതാണ് ഒരു നൂർജഹാൻ ഉമ്മ ഒരു 1000 രൂപ കഴിഞ്ഞ ദിവസം എനിക്ക് ഭക്ഷണം മേടിച്ച് കഴിക്കണമെങ്കിൽ ഭക്ഷണം മേടിച്ച് കഴിക്കുക, ഇതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീ മരുന്നിന് പോകുമെന്നും പറഞ്ഞ്. അപ്പോൾ ഉമ്മ ഒരു സുഖമില്ലാത്ത ആളാണ്, എനിക്ക് മേടിക്കാനൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇട്ടിങ്ങോട്ട് തരാന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. വെച്ചാൽ എനിക്കും കാശിന് ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്നുകൾ അവിടെ നിന്ന് കിട്ടാത്ത മരുന്നുകൾ വെളിയിലേക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അത് 12,000 രൂപയിൽ മേലാകും അന്വേഷിച്ചപ്പോൾ. അപ്പോൾ അതൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ മാസം പിന്നെ 27-ാം തീയതി വന്നാൽ, അല്ല 27-ാം തീയതി അല്ല, എത്രയോ ഞാൻ ഓർക്കുന്നില്ല ഡേറ്റ്, വന്നാൽ എനിക്ക് ഒരു മാസം 27-ാം തീയതി വന്നാൽ എനിക്ക് ഒരു മാസം ആവുള്ളൂ പൈസ കിട്ടാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, കിട്ടിയാലും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലവുണ്ട്. പിന്നെ വാടക കാശ് കൊടുക്കണം, പിന്നെ വാടക കഴിഞ്ഞ മാസം കൊടുക്കാൻ മേടിച്ചത് ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അത് കൊടുക്കണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ കിട്ടിയപ്പോൾ ഞാനത് മേടിച്ച്. അപ്പം ഉമ്മാക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അപ്പം എന്നോട് ദുആ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് മുതൽ നമസ്കാരത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ പ്രത്യേകം പേര് പറയാൻ പുള്ളിക്കാരത്തിയുടെ പേരൊന്നും എനിക്ക് അറിയാമായിരുന്നെങ്കിൽ എന്നെ 1-2 വട്ടം വിളിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ വ്യക്തിനെ നമ്മൾ പേരെടുത്ത് നമ്മൾ അല്ലാഹുവടുത്ത് പ്രാർത്ഥിക്കാറില്ല. എല്ലാവരും സബ്സ്ക്രൈബർമാരെല്ലാവർക്കും സന്തോഷവും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം കൊടുക്കണമെന്നാണ് ഞാൻ പടച്ചതമ്പുരാനോട് ദുആ ചെയ്യണത്. പിന്നെ മാരക രോഗത്തിനും മാറാരോഗത്തിനും അപകടങ്ങളെ തൊട്ടുമൊക്കെ പടച്ചവനോട് എല്ലാവരെയും കാത്തുരക്ഷിക്കാനായിട്ടും പടച്ചവനോട് ദുആ ചെയ്യാറുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. പടച്ചവൻ ഞാൻ കള്ളത്തരമൊന്നും പറയണതല്ല, സത്യമായിട്ടും അത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളില്ല പിന്നെ ഞാനുണ്ടാ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ പോകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ പണി കുറവായിരുന്നിന്ന്. അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കക്കുറവുണ്ട്. എനിക്ക് രാത്രിയിൽ അങ്ങനെ ഉറക്കമില്ല. എന്നുവെച്ചാൽ ഞാൻ ആലോചനയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്നു. ഒരു 4 മണി 3 മണി 3:30 മണിയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് കണ്ണിൽ ഉറക്കം വരുന്നത്. അപ്പം പിന്നെ എഴുന്നേക്കാൻ നേരമൊക്കെയല്ലേ. പിന്നെ നമുക്ക് നിസ്കാരവും കഴിഞ്ഞ് നമുക്ക് ചായയും തിളപ്പിച്ച് കൊടുത്ത് അമ്മേനെ ബാത്റൂമിലും കൊണ്ടുപോയി വരുമ്പോൾ 6:30 ആവും. പിന്നെ നമുക്ക് ആ നേരത്തൊക്കെ കിടന്നു കഴിഞ്ഞാൽ അറിയേല, നമ്മൾ ഉറങ്ങിപ്പോവും. വീടല്ലല്ല, നമ്മുടെ വീടല്ലല്ല, ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ലെന്ന് ഓർക്കാനായിട്ട്. അപ്പം ഞാൻ ഇന്ന് പ്രേമ ഇവിടെ നിന്നവർ അടിച്ചാൽ തുടച്ചാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മുകളിലത്തെ നില ഞാൻ പറഞ്ഞു വെച്ചുമാണ് പോയത്. മാസത്തിൽ 2 പ്രാവശ്യം മുകളിലത്തെ നില അടിച്ച് തുടക്കണമെന്ന് പറഞ്ഞു വെച്ചുമാണ് പോയത്. പക്ഷെ തുടച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ തുടച്ചപ്പോൾ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. അപ്പം ഇന്ന് മുകളിലത്തെ നില അടിച്ചുടച്ച് പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ ടോയ്ലറ്റിൽ പോക്കും ബാത്റൂമിൽ പോക്കൊക്കെ ആയിരുന്നു. നമുക്ക് കുളിക്കേണ്ടാത്ത ദിവസമായിരുന്നു. നാളെ കുളി ഉള്ള ദിവസമാണ്, നാളെ കുളിപ്പിക്കണം. അപ്പം നാളെ ഇവിടെയൊക്കെ പെരേടാകൊക്കെ അടിച്ചുടക്കുകയൊക്കെ വേണം. അപ്പം ഇന്ന് പണി കുറവായതുകൊണ്ട് ഉച്ചയായപ്പോൾ ഞാൻ പിന്നെ ഇത്തിരി നേരം കിടന്ന്, ഇത്തിരി നേരം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോളം കിടന്നുറങ്ങി. പക്ഷെ ഉറങ്ങാനായിട്ട് നമുക്ക് മനസ്സുറങ്ങിയാലേ നമുക്ക് നമ്മുടെ മനസ്സ് എന്താ പറയേണ്ടത്, നമ്മുടെ കണ്ണ് മനസ്സുമൊക്കെ നമുക്ക് ഒരേപോലെ ഉറങ്ങിയാലേ നമ്മുടെ ഉറക്കം ശരിയാവുകയുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ അമ്മക്ക് ചോറെടുക്കാൻ പോകണം 1 മണിയാകുമ്പോൾ. അപ്പം ഞാൻ കിടന്നപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി, 12 ആകാറായിട്ടുണ്ട്, 11:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മണിയാകുമ്പോൾ ഏക്കണം. ആ ഒരു വെപ്രാളത്തിന് ആ ഒരു ഓർമ്മയിൽ കിടന്നത് കൊണ്ട് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നാണ് പിന്നെ 1 മണിയാക്കി എടുത്ത് നോക്കുമ്പോൾ 1:05 1:05 അല്ല 1:06 പിന്നെ ഞാൻ ഓടിപ്പോയി പിന്നെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത് പെട്ടെന്ന് ഞാൻ ചോറിന് ചെന്ന് ചോറും മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, ഞാനിവിടെ ചോറ് വെച്ചാണ് കഴിച്ചത്.
അപ്പോൾ ഇന്ന് ഞാൻ ചോറ് വെക്കുമെന്ന് ഓർത്ത് കല്യാണി എനിക്ക് ചോറ് വെച്ചില്ല. അവർക്കിപ്പോൾ ഉള്ളിലിപ്പം അങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞ്, പക്ഷേ എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് ഞാൻ പോന്നു. ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടെ പിള്ളേരെ, എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. ദോശയായിരുന്നു ഇവിടെ. ദോശയും പയറും കായും കൂടി ഇന്നലെ ചോറിന് വെച്ചേച്ചൻ്റെ കറിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അപ്പം എനിക്കിവിടെ കൊണ്ടുവന്നിട്ട് ദോശ തിന്നാൻ ഇറങ്ങണില്ല, തിന്നാൻ പറ്റണില്ല. എനിക്ക് വിശപ്പ് ഒരു ശകലം പോലും വിശപ്പില്ല. അപ്പം ഞാനൊരു കാര്യം പറയാം, ഞാൻ പഞ്ചസാരയൊക്കെ ഒട്ടും ഉപയോഗിക്കാതെയായി. ഇപ്പം ഞാൻ പഞ്ചസാര എന്ന് പറഞ്ഞ കാര്യമേ ഉപയോഗിക്കലില്ല. മധുരമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും അങ്ങനെ കഴിക്കലില്ല. പിന്നെ ചായ, കട്ടൻ ചായ മധുരം ഇല്ലാത്തതാണ് കുടിക്കുന്നത്. പാൽ ചായ അങ്ങനെ അധികം കുടിക്കലില്ല, വല്ലപ്പോഴും ഒരു പാൽ ചായ കുടിക്കലുള്ളൂ. അപ്പം പിന്നെ ഇന്ന് ഈ ഒരു കാര്യത്തിലൊക്കെ അമ്മക്ക് ചോറൊക്കെ കൊണ്ടുവന്ന് കൊടുക്കലും മേടിക്കലും ഒക്കെ കഴിഞ്ഞ്, പിന്നെ ലോഹർ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയി അമ്മക്ക് ചോറൊക്കെ കൊടുത്ത് ഞാനൊന്ന് ഫ്രഷായിട്ട് വന്ന് ലോഹർ നിസ്കരിച്ച് ദുആ ചെയ്തിട്ടിരുന്നു. അപ്പം അതുവരെ ഞാൻ അമ്മയോട് ചോദിച്ചു ബാത്റൂമിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ അമ്മക്ക് പോകണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വാക്കർ കുത്തി പോണ ഒച്ച കേട്ട്. പിന്നെ ഒരു വിധത്തിൽ പഠിച്ചവനോട് ദുആ ചെയ്ത് മാപ്പും പറഞ്ഞു വെച്ചു. എന്താ വെച്ചാൽ ദുആ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. എൻ്റെ മനസ്സിന് എനിക്ക് ഒരുപാട് പഠിച്ചവനോട് ഞാനിരുന്ന് ഏങ്ങലടിച്ചിരുന്ന് കരഞ്ഞ് ഞാൻ പഠിച്ചോണ്ട് ദുആ ചെയ്യാറുണ്ട്. ആരും ഇല്ലാത്തൊരു സമയത്താണെങ്കിലുണ്ടല്ലോ, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ കരച്ചിൽ കേട്ട് പഠിച്ചവൻ ഇറങ്ങി താഴത്ത് വരും. അത്രയ്ക്ക് ഞാനിരുന്ന് പഠിച്ചവനോട് ദുആ ചെയ്യാറുണ്ട്. അത് ആ സമയത്ത് ഒരുപാട് അങ്ങനെ നിങ്ങളുടെ അടുത്ത് ചില സമയത്ത് വന്നിരുന്ന് പൊട്ടിക്കരയല്ലേ എന്ന കണക്ക് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തും കരയും. ഒരുപാട് ഏങ്ങലടിച്ചിരുന്ന് കരഞ്ഞ് ഒരുപാട് അങ്ങോട്ട് കരഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ സങ്കടവും വേദനയും പ്രയാസങ്ങളും നമ്മുടെ ഭാരങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ട് പഠിച്ചവനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് കുറേ നേരത്തേക്ക് ശൂന്യമാകും. ആ ഒരു ഭാരം കുറേ അധികം നമ്മുടെ മനസ്സിൽ നിന്ന് കുറയും. അപ്പം നമ്മൾ എന്തോ ഒരു വലിയ നിധി നമുക്ക് കിട്ടിയ പോലെയാണ് കുറേ അധികം നേരത്തേക്ക് നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി. അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റിയല്ല. ആ ഒരു സംതൃപ്തി നമ്മൾ അറിഞ്ഞ് തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളു. അങ്ങനെ നമസ്കരിച്ച് ദുആ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ ബാത്റൂമിലേക്ക് പോയി. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ദുആ ചെയ്ത് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അമ്മേനെ കൊണ്ടുവന്ന് ഇരുത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ചായ കൊടുക്കേണ്ട സമയമായി. ചായയും കൊടുത്ത് നിൽക്കുന്ന സമയത്ത് സാറ് പറഞ്ഞ് മീൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അപ്പം എനിക്കും മേടിക്കണമായിരുന്നു മീൻ. ഞാൻ ഇവിടത്തേക്ക് മുള്ളനും മേടിച്ച്, എനിക്ക് മുള്ളനും മേടിച്ച്, സാറിന് ഞാൻ മത്തിയും മേടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്ത്. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പം മഗ്‌രിബാകാനായിട്ടൊക്കെ ആയിട്ടില്ല, എന്നാലും ഒരു 6:15 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ഒളു എടുത്ത് വന്ന് അസർ നിസ്കരിച്ച്. അസർ ഇന്ന് താമസിച്ചാണ് നിസ്കരിച്ചത്. അസർ താമസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അസർ താമസിച്ച് പോയി. ഒരു നിസ്കാരവും നമ്മൾ മനഃപൂർവ്വം ഹളായാക്കാൻ പാടില്ല. പക്ഷേ ഈ ജോലിക്കൊക്കെ നിൽക്കുന്നിടത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ അതവിടെ കിടന്നോട്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വന്ന് കൊടുത്ത് നിസ്കരിക്കാൻ പറ്റിയല്ല. പിന്നെ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ രോഗിനെ നോക്കാൻ നിൽക്കുന്ന സമയത്തൊട്ടും നടക്കില്ല. വെച്ചാൽ ഇവരെപ്പോഴും മൂത്രമൊഴിച്ചും പിന്നെ ഒക്കെ ആപ്പിയിട്ടും നമ്മൾ ബാത്റൂമിൽ കയറി ഇറങ്ങിയൊക്കെ നടക്കുന്ന സമയമല്ലേ. അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര തൃപ്തിക്കുറവാണ്. വെച്ചാൽ ബാത്റൂമിലൊന്ന് അത് നമ്മളാണെങ്കിലും ബാത്റൂമിൽ പോയിച്ചും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇടങ്ങേറാണ്. ഞാൻ കുപ്പായോ നമ്മുടെ നൈറ്റിയൊക്കെ വേറെ മാറ്റിയിട്ടാണ്, എനിക്കൊരു ഡൗട്ട് തോന്നിയാൽ ഞാൻ മാറ്റിയിട്ടാണ് നിസ്കരിക്കുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ കാര്യത്തിനും അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം എപ്പോഴും കാണാറുണ്ട്, എന്നാലും ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് എൻ്റെ ലൈല പറഞ്ഞാണ് ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞത്. വെച്ചാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട് ആ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല. പിന്നെ ഒരു തീരെ കിടന്ന് നിസ്കരിക്കണ ഒരു
പിന്നെ മനുഷ്യനില്ലേ, 2 പിള്ളേരും ഉണ്ട്. അയാളുടെ പെണ്ണുപിള്ളയുടെ പേര് ജെസ്സി എന്നാ പറ്റിയാണ്. അദ്ദേഹം പറയണ കേൾക്കാം, ജെസ്സി അങ്ങനെ ചെയ്തു, ജെസ്സി ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തൊട്ടാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പം പിന്നെ എനിക്ക് നിസ്കാരം എനിക്ക് ഒട്ടും കളയരുതെന്നുള്ളൊരു ചിന്തയായിപ്പോയി. ചില അത്രക്ക് ദയനീയമായ ഒരു അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തി അത്രയും പടച്ചവനോട് ഇബാദത്തുകൾ പടച്ചവനോട് അത്രയും അടുത്ത് നിന്നുകൊണ്ട് പടച്ചവൻ്റെ ഇബാദത്തുകളൊക്കെ ചെയ്യണ ആ ഒരു വ്യക്തി കാലുമില്ല കയ്യുമില്ല, എഴുന്നേറ്റ് പരസഹായം ഇല്ലാതെ ഇരിക്കാൻ പോലും പറ്റാത്തൊരു വ്യക്തി അത്രയും പടച്ചവനോട് നീതി പുലർത്തുമ്പോൾ നമുക്ക് ഈ കൈക്കും കാലിനും നമ്മുടെ ശരീരത്തിനും ഒരു വയ്യാഴികയോ ഒരു അവധികേടോ ഒരു വൈകല്യമോ ഒന്നും തന്നിട്ട് പോലും നമ്മൾ കുറേ അധികം പേരും പടച്ചവനോട് ഒരു നീതിയും പുലർത്തുന്നില്ല. ഞാൻ ഉൾപ്പെടെ അല്ലാട് പരാതിയും സങ്കടവും പറഞ്ഞ് കരയും. എന്തിനാണല്ല എനിക്ക് ഈ ജീവിതം തന്നത്, എന്തിനാണല്ല എനിക്ക് ഈ സങ്കടം തന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരയും. പക്ഷേ അത്രയും പരിവക്കേടിനൊക്കെ കിടന്നിട്ട് പോലും പടച്ചവനോട് ഒരു പരാതിയില്ല, അൽഹംദുലില്ലാ പറഞ്ഞ് നടക്കുന്ന ആ ഒരു വ്യക്തിനെ അത്രയും അവസ്ഥയിൽ പടച്ചവനോട് അൽഹംദുലില്ലായാണ് അള്ളാഹ് പറയുന്നത് ആ ഒരു മനുഷ്യൻ. അപ്പം അത്രയും ദയനീയമായ ഒരു അവസ്ഥയെ കൊടുത്തിട്ട് പോലും റബ്ബിനോടുള്ളൊരു നീതി ആ മനുഷ്യൻ പുലർത്തുമ്പോൾ എനിക്കതിൻ്റെ ആ മനുഷ്യൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് മനുഷ്യനെന്ന് സംബോധന ചെയ്യണത്. എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല എന്നിട്ടാണ് ആ മനുഷ്യനെന്ന് സംബോധന ചെയ്യണത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് നിസ്കരിക്കും എങ്കിൽ പോലും എനിക്കൊരു വാശിയല്ല, എൻ്റെ ഒരു കടമയാണ്, റബ്ബിനോടുള്ള ഒരു കടമയാണ്. എൻ്റെ കൈക്കും കാലിനും ശരീരത്തിനും എൻ്റെ നാവിനും എൻ്റെ കണ്ണിനും എൻ്റെ മൂക്കിനും എൻ്റെ ചെവിക്കും എൻ്റെ എല്ലാ ശരീരഭാഗങ്ങൾക്കും റബ്ബ് ആപത്തും ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ ഇപ്പോൾ വരെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഇബാദത്തുകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നന്ദി കെട്ട മനുഷ്യരായിപ്പോയില്ലേ റബ്ബിൻ്റെ മുന്നിൽ. അപ്പം ഞാൻ ആ ഒരു മനുഷ്യനെ ആ ഒരു രീതിയിൽ കിടന്നുള്ള നിസ്കാരങ്ങൾ ഒറ്റെണ്ണം കളയാതെ അദ്ദേഹം ഇബാദത്തുകളൊക്കെ നിലനിർത്തി പോരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് ഒരു ഭയങ്കര ഒരു ആരാധനയും അതുപോലെ തന്നെ കൂട്ടത്തിൽ എൻ്റെ ഇബാദത്തുകളും ഒറ്റെണ്ണവും നമസ്കാരമാണെങ്കിലും ഒറ്റ നമസ്കാരം പോലും എന്തെങ്കിലും ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും അത്യാവശ്യമൊക്കെ നമുക്ക് വന്നാൽ, നമുക്ക് പെട്ടെന്നൊന്ന് പോകേണ്ടി വന്നാൽ നമുക്ക് ചിലപ്പോൾ ആ നമസ്കാരവും ആ സമയത്ത് നിർവഹിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് എൻ്റെ ശരീരഭാഗങ്ങൾക്കൊക്കെ ആപത്തും ആരോഗ്യം തന്ന റബ്ബിനോട് ഞാൻ ഇങ്ങനെയെങ്കിലും നന്ദി കാണിച്ചില്ലേ പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കണത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഒരു മുസ്ലിമായിട്ട് ജീവിക്കണത്. അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലേക്കൊരു ചിന്തകൾ വന്നപ്പോൾ ഇപ്പോൾ ഒറ്റ നിസ്കാരം പോലും ഞാൻ കളയാറില്ല, മനഃപൂർവ്വം താമസിപ്പിക്കാറില്ല. അതെൻ്റെ ഒരു ദൗത്യം, പടച്ചവരോടുള്ള ഒരു കടമ ആയിട്ട് ഞാൻ കരുതുന്നു. ഞാൻ എന്നും പടച്ചവനോട് പറയും, അല്ലാഹുവേ എൻ്റെ ജീവൻ പോണിടത്തോളവും കാലം അള്ളാഹുടെ എല്ലാ ഇബാദത്തുകളും എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് നോമ്പ് നോൽക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, അതിലെനിക്കൊരുപാട് വിഷമമുണ്ട്. ഇപ്പോഴും സുന്നത്ത് നോമ്പ് എനിക്ക് മുഹറം 9, 10 നോറ്റിട്ട് വയറിന് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. വയറ് കാലിയാകണ സമയത്താണ് വേദന. അപ്പം എനിക്ക് ഇനിയുള്ള നോമ്പ് അടുത്ത ഇൻഷാ അല്ലാഹ് റമളാനിക്ക് മുൻപ് പിടിച്ച് വിടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വയറിൻ്റെ ഈ ഒരു പ്രയാസം കൊണ്ട് എങ്ങനെ ആയിത്തീരുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും പിടിച്ച് വിടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, തീർത്തും പിടിക്കണമെന്നുണ്ട്. പക്ഷേ ഈ വയറിൻ്റെ ഒരവസ്ഥ കൊണ്ട് കുറച്ചെങ്കിലും പിടിച്ച് വിടണമെന്നുണ്ട്. ഇതല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു കടം ആയിട്ട് അവിടെ റബ്ബിൻ്റെ അടുത്ത് കിടക്കുമെന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമവും പ്രയാസവും ഒക്കെ. ഇൻഷാ അല്ലാഹ് നോക്കും ഞാൻ. എനിക്ക് ഈ വ്യാഴാഴ്ച പിടിക്കണമെന്നുണ്ട്. തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ സുന്നത്ത് നോമ്പ് നെയ്യത്ത് വെച്ച് റമളാൻ്റെ നോമ്പ് പോയത് ഹലാവീട് നമസ്കരിക്കുന്നു എന്നും പറഞ്ഞ് നിസ്കരിക്കണമെന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കട്ടെ ഓർത്തിരിക്കുകയാണ്. അമ്മക്ക് കുളിയുള്ള ദിവസമാണെങ്കിൽ നടക്കുകയില്ല വെച്ചാൽ
നമ്മൾ അമ്മേനെ പിടിച്ചും വലിച്ചുമൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അടുത്ത് പൊന്തിച്ചും വലിച്ചുമൊക്കെ വരുമ്പോൾ നമ്മൾ വിഷമിക്കും. അപ്പം നമുക്ക് കുളി ഇല്ലാത്തൊരു ദിവസം വേണം നോമ്പ് പിടിക്കാനായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നോക്കണം, ചെയ്യാൻ പറ്റുന്നത്രയും നോമ്പ് പിടിക്കണം. നമസ്കാരങ്ങൾ ഒട്ടും കളയാതെ അതും നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുള്ള ഒരു മനസ്സിനൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒറ്റ നമസ്കാരവും ഇപ്പോഴായ പിന്നെ കളഞ്ഞിട്ടില്ല, കളയേല എന്നുള്ളൊരു മനസ്സിനൊരു നിശ്ചയം കൊടുത്ത് വെച്ചിരിക്കണേണ്, അല്ലെ ഒരു പ്രതിജ്ഞ കൊടുത്ത് വെച്ചിരിക്കണേണ്. ഒറ്റ നമസ്കാരവും മനഃപൂർവ്വം കളയലാന്ന് മനസ്സിന് ഒരു ഉറപ്പ് കൊടുത്ത് വെച്ചിരിക്കണേണ് പടച്ചോനോടും. അപ്പം ഇന്ന് ചപ്പാത്തി കഴിച്ച്, ഉച്ചക്ക് ചോറ് കഴിച്ചില്ല. ഞാൻ വെക്കാഞ്ഞത് കൊണ്ട് ഞാൻ കഴിച്ചില്ല. ചോറ് ഇവിടെ ഉണ്ടായില്ല, അതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ വിശപ്പില്ലായിരുന്നു. രാവിലത്തെ ചായ കുടിച്ചത് ഉച്ചക്കാണ്. ഉച്ചക്ക് ചോറിന് പകരം ചായയും ദോശയും കട്ടൻ ചായയും ആണ് കഴിച്ചത്. അപ്പം ഇപ്പം ചപ്പാത്തി മീൻകറിയും കഴിച്ച് കല്യാണി അമ്മയൊക്കെ കിടന്ന് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം ഇനിയുള്ള കാര്യങ്ങളൊക്കെ പാചകമൊന്നും ഇവിടെ കാണിക്കലൊന്നും പറ്റിയൊന്നുമില്ല. വെച്ചാൽ ഈ അടുപ്പിന് ഭയങ്കര സൗണ്ടും സ്വരമൊക്കെയാണ്. തന്നെയുമല്ല സിജിത്തയുടെ കയ്യിൽ പൈസയുടെ ബുദ്ധിമുട്ട് ഒരുപാട് നല്ലപോലെ ഉണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പം ഞാനിനി നാളെ തൊട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കണം. ഇപ്പോഴും അത് തന്നെയാണ് പറയണത്. എന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരുള്ളൂ. എൻ്റെ പ്രേക്ഷകരതെല്ലാം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കാണണം. പിന്നെ എന്താണ്, സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് തരണം. സബ് ചെയ്തതൊന്നും ആരും പിൻവലിക്കരുത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ പ്രാർത്ഥനയിൽ എന്നും എൻ്റെ സബ്സ്ക്രൈബർമാർ ഉണ്ടാകും. ആരും തന്നാലും തന്നില്ലേലും എന്നും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നിങ്ങളും എല്ലാവരും എന്നെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ ചിന്തകളും കാര്യങ്ങളുമൊക്കെ ഇത്രയൊക്കെയാണ്. പിന്നെ എന്താ പറയേണ്ടത്, എനിക്ക് ഒരു കാര്യം കൂടി പറയാൻ വന്നിട്ടുണ്ട്. എനിക്ക് ഒന്നുപോലെ പിന്നെ ഓരോന്നേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൊണ്ടയിലൊരു സൈസ് അസുഖം വരികയല്ലേ, എന്നാണ് ഈ ടോൺസസാ അങ്ങനെ എന്തോ ഒരു രോഗം വരികയല്ലേ. അതെനിക്ക് എൻ്റെ ചെറുതിലേ ഉണ്ടായിട്ട് ഇവിടെ പഴുത്ത് വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസം എനിക്ക് വെള്ളമൊന്നും കുടിക്കാനും കഴിക്കാനൊന്നും പാടില്ല. ഒരു 14-15 വയസ്സുള്ള സമയത്ത്, അന്ന് ഞാൻ ആദ്യ വിവാഹിതയാണ്, പിള്ളേരൊന്നുമില്ല. ആദ്യത്തെ വിവാഹം കഴിഞ്ഞതായിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. എന്നിട്ട് അവിടുത്തെ അമ്മ ഇങ്ങനെ മുള്ളുണ്ടാകണതാണ്, മുള്ളൊതുക്കെന്നും പറഞ്ഞൊരു അപ്പൂപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് എൻ്റെ വായിൽ ചാരയില്ലേ, വെണ്ണീർ, ആ വെണ്ണീർ മുക്കി ഇങ്ങനെ നാവ് 2 വിരലിങ്ങനെ ഇട്ട് ഒതുക്കി ഇങ്ങനെ അമുക്കി വെച്ചിട്ട് വേദന കൊണ്ട് ഞാൻ വട്ടം ചുറ്റിപ്പോയിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ഒരുപാട് വഴക്കവരെയൊക്കെ പറഞ്ഞ്, ഇത്ര നൂറ്റാണ്ടിൽ നിങ്ങളൊക്കെ പോലെയുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ ചോദിച്ച് ഡോക്ടർ ചീത്ത പറഞ്ഞ്. അപ്പം അന്ന് എനിക്ക് എൻ്റെ തൊണ്ടയിൽ ഡോക്ടർ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞെക്കിയപ്പോൾ ഒത്തിരി പഴുപ്പ് വന്നായിരുന്നു. ഇപ്പോഴും എനിക്കൊരു 2-3 ദിവസമായിട്ട് ഈ ചെവിയുടെ ഈ അടി ഭാഗം തൊട്ട് ഈ ഭാഗം വരെ ഭയങ്കര വേദനയാണ്. ഉപ്പിട്ട് വെള്ളം ചൂടാക്കി കവളുന്നുണ്ട്, ഉള്ളിൽ ഇവിടെ പിടിക്കുന്നുണ്ട്, ഉള്ളിൽ വായിലൊഴിച്ച് പിടിക്കുന്നുണ്ട്. പക്ഷെ അത് ഒട്ടും കുറയണില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇൻഷാ അല്ലാ കല്യാണീനെ അമ്മയുടെ ആക്കി വെച്ചും ചേവരമ്പലം വരെയും പോകണം. ഈ ചെവീൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല എരിവുള്ള മുളക് കടിക്കുമ്പോൾ ഒരു ഊത്തലുണ്ടാകുകയല്ലേ, എന്ന കണക്ക് ഈ ചെവീൻ്റെ ഉള്ളിൽ ഭയങ്കര ഊത്തലാണ്. അപ്പം നാളെ ഒന്നും കുറവില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇന്ന് നേരം വെളുത്ത പിന്നെ 3 പ്രാവശ്യം ഉപ്പ് ഇട്ട് വെള്ളം കൊണ്ട്, പക്ഷേ കുറയണില്ല. അല്പം നേരത്തേക്ക് കുറയും, പിന്നെ അത് കഴിഞ്ഞ് അതിലും കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പം നാളെ അമ്മേനെ
കല്യാണീനെ ആക്കി വെച്ചും 4 മണിക്ക് അല്ലെ 5 മണിക്കാവുമെന്ന് ഡോക്ടറെ കാണാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്, എപ്പോഴും ഞാൻ നിങ്ങളോട് പറയണതാണ്. ഒറ്റക്കല്ലേ, എന്തെങ്കിലും ഒന്ന് വന്ന് കിടന്നു പോയാൽ ആരും ഇല്ലല്ലോ, ആ ഒരു ചിന്തയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പിള്ളേരെ ഇത്രയൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് നാളെ വരാം. അസ്സലാമു അലൈക്കും.